ഇൻഷാല്ലാ. നെക്സ്റ്റ് വീഡിയോയിൽ ജാബിർ കാക്ക തന്നെ ഇൻഷാല്ലാ സൗണ്ടെല്ലാം ശരിയായിട്ട് വരുന്നതായിരിക്കും. ക്യാമറാമാൻ ജാബിർ കാക്കയോടൊപ്പം വിത്ത് മിസർ. എന്താ ജീവി എന്ന് മനസ്സിലായ? തമിഴിൽ ഫോട്ടോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, എന്നാലും ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഇത് രാത്രി മാത്രം ആക്റ്റീവ് ആകുന്ന ഒരു ജീവിയാണ്, ഒരു നൊക്ടോണൽ ആണ്. ജീവനോടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം മെയിൻ ആയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ ഏത് ജീവിയാന്ന് പറയാൻ പറ്റുമോ? രാത്രി മാത്രം ആക്റ്റീവ് ആകുന്ന പറയുമ്പോ ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം, നമ്മൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും ഫോട്ടോ, പക്ഷെ എല്ലാവർക്കും പേരെന്താണെന്ന് അറിയണ്ടാവില്ലല്ലോ. പേര് ഞാൻ ഒരു ക്ലൂ തരാം. രാത്രി മാത്രം ആക്റ്റീവ് ആകുന്ന, നമ്മുടെ ഷുഗർ ഗ്ലൈഡറിനെല്ലാം പോലെ രാത്രി മാത്രം ആക്റ്റീവ് ആകുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിയാണ്. ഇതിപ്പോ നമ്മൾ എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ക്വാറന്റൈൻ ചെയ്തിട്ടുണ്ടായിനി. അവനിപ്പോ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടാ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ കൂട്ടിലേക്ക് മാറ്റാം. ഞാൻ കൂട് ജസ്റ്റ് ഒന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അവിടെ വെച്ചതാ കേട്ടോ. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അപ്പൊ ഏതാ ജീവി എന്ന് ആരെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഷുഗർ ലൈഡർ അല്ല, ഷുഗർ ലൈഡർ ചെറുതല്ലേ, ഇത് കുറച്ചും കൂടി വലുപ്പമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പൊ നമ്മൾ പെറ്റ് സ്റ്റേഷന് മുന്നിൽ എത്തിയട്ടാ. പെറ്റ് സ്റ്റേഷനിൽ രാവിലെ തന്നെ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോ സൺഡേ ആ വീഡിയോ എടുക്കുന്നത്, സൺഡേ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. എന്നാലും നമുക്ക് ജസ്റ്റ് ഇവനെ ഒന്ന് തുറന്നു വിടാൻ പോയിട്ട്. ഓക്കെ, വാ. പെറ്റ് സ്റ്റേഷനിൽ കിച്ചൻ കണ്ടോ? വാ. ഹായ്, അപ്പൊ നിങ്ങൾക്ക് ബോക്സിലുള്ള എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ? ഇന്ന് ഇക്കല്ല കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഓ, ജാബിർ കാക്കയിൽ നിന്ന് നമ്മളെ ക്യാമറമാൻ. ഇന്ന് ഞാനാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും പെറ്റ് സ്റ്റേഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സർപ്രൈസ് മനസ്സിലായോ? ബാ, കാണിച്ചു തരാം. കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഇപ്പൊ നല്ല മഴയാണ്. ഇപ്പൊ പെട്ടെന്ന് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ആള്. ഞാൻ വന്നപ്പോ തൊട്ടേ ഇയാളെ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു തരത്തിലും ഒരു നീക്കം വരെ ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം. മനസ്സിലായോ എന്തെങ്കിലും എന്താന്നുള്ളത്? ഒരു പുതപ്പ് പോലെ മാത്രമേ കാണുന്നില്ല അല്ലേ? എന്താന്നൊന്നും മനസ്സിലാവുന്നില്ല. ഈവൻ ഞാനും മുഖം കണ്ടിട്ടില്ല. ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കെങ്കിലും. നമുക്ക് ഏതായാലും കുറച്ച് ഫീഡ് എടുത്തിട്ട് നോക്കാം. ഈ സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് തൊടാൻ പോകുന്നത്, അത് വേറെ കാര്യം. എടുക്കലെന്നെ മാമാ, എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഈ സാധനം കടിക്കോ? അതെനിക്കറിയില്ല. കടിക്കൂല, ഉറപ്പല്ലേ? ഓക്കെ. അയിന ഹായ്. ഓക്കെ, അനങ്ങുന്നെല്ലാം ഉണ്ട്. ഇത് മുഖം ഇതാ യു ഗൈസ്. എന്റെ കയ്യിൽ നിന്ന് എടുക്കോ? അല്ല, എന്നെ കടിക്കോ? ഉറപ്പല്ലേ? ഗൈസ്, എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഞാൻ കയ്യിൽ കൊടുക്കട്ടെ? എന്റെ കയ്യിൽ നിന്ന്. ഓക്കെ, ഇതെന്നോട് പറഞ്ഞിട്ടില്ല. ഇതാ നമുക്ക് ടീറ്റി അടിക്കണോ? ഇല്ല, ഇത് ചതി. ഇത് ശരിയില്ല. കൊടുക്കാനാ എന്തെങ്കിലും ആവോ? എന്ത് എന്റെ കളി പോയി. ശരി ഗൈസ്, ഈ വീഡിയോ എടുക്കാൻ ഇനി വെച്ചു കൊടുക്കട്ടെ എന്നാ നിലത്ത്. ഓ, കയ്യിൽ വെച്ചു കൊടുക്കാം. വീണ്ടും എനിക്ക് പേടിയുണ്ട്. സോറി. ഇതെപ്പോ എണീച്ചിന്? നേരത്തെ ഭയങ്കര ഉറക്കായിരുന്നല്ലോ.
കണ്ടോ അതിന്റെ ഫീച്ചേഴ്സ് കണ്ടോ ഗൈസ്? ചെവിയും കണ്ണും എല്ലാം ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്തായാലും പേര് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് ബുഷ് ബേബി. അതിന്റെ ഫ്രണ്ടിൽ ഒരു പേരുണ്ടല്ലോ, ഗ്രേറ്റർ ഗലാഗോ. ഗ്രേറ്റർ ഗലാഗോ ബുഷ് ബേബി എന്ന അതിന്റെ പേര്. ഇത് ആഫ്രിക്കൻ ഒറിജിൻ ആണ് കേട്ടോ. എന്തായാലും ഭയങ്കര യുണീക്ക് ഫീച്ചേഴ്സാ. ഒരു 12-16 കൊല്ലം വരെ ഇത് ജീവിക്കും. ഇത് നൊക്ടേണൽ ആണ്, പറഞ്ഞ പോലെ രാത്രിയും മിക്ക സമയം ഉറങ്ങുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് സമയമാണ് ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ളത്, ആ സമയത്ത് തന്നെ എനിക്ക് കടി. അപ്പോ അതാണ് നമ്മുടെ ബുഷ് ബേബി. ഇത് ഇയേഴ്സ് എല്ലാം കണ്ടോ? ഓരോ ചെവി ഓരോ ഭാഗത്തേക്ക് സൗണ്ട് പോകുന്നതിനനുസരിച്ച് അതിന് മാറാൻ പറ്റും കേട്ടോ, ഇൻഡിവിജ്വലായിട്ട്. അതൊക്കെ അതിൻ്റെ ഒരു അടിപൊളി ഫീച്ചേഴ്സാണ്. പിന്നെ കയ്യും വാലും. ക്യാമറ കടിക്ക. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? നല്ല നീളം വാലാണ്. വാല് ഭയങ്കര രസം കാണാൻ, ഭയങ്കര ലെങ്ത് ആണ്. ഏതൊക്കെയോ ജീവികൾ മിക്സായ പോലെ ഇല്ലേ? നൃത്തവും നടത്തവും ഓട്ടയിലും കാണുമ്പോൾ ഭയങ്കര മിക്സ്ചർ പോലെ ഉണ്ട് കുറേ ജീവികളുടെ. ഇനി എനിക്കൊരു സംശയമുണ്ട്, ഇത് ട്രീയിൽ ക്ലൈംബ് ചെയ്ത് നിൽക്കുമോ? ഇല്ല അല്ലേ? ഓക്കെ. അതിൻ്റെ വാല് കാണുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും ഞാൻ ഒരു ഇതില്ല. ഏതൊക്കെയോ കാർട്ടൂണിലെല്ലാം കാണുന്ന പോലെ ഒരു ഭീകരമായ ജീവിയാണ്. ഇടക്കിടക്ക് ആ ഓടി വരുന്നതെല്ലാം കാണുമ്പോൾ പേടിയാണ്, നിൽക്കുന്നതെല്ലാം കാണുമ്പോൾ. ആ വേംസ് ഫുൾ കഴിഞ്ഞാ? എല്ലാം കഴിഞ്ഞല്ലേ? ഇത് കണ്ട ഗൈസ്, ആളെ എത്ര എനിക്ക് ഇഷ്ടമായില്ല എന്നതാണ് സത്യം. വന്നപ്പോ തന്നെ കിട്ടി. ഇത് വീണ്ടും ഉറങ്ങാൻ പോകാനുള്ള ഒരു നീക്കത്തിലാണെന്നാ തോന്നുന്നത്. നേരത്തെ അതിൻ്റെ ഉറങ്ങാൻ നല്ല ആപ്റ്റായിട്ടുള്ള ഒരു പ്ലേസ്, അതിന് നല്ല അടിപൊളി കൂടല്ലേ, കയറി ചാടി മറിയാനെല്ലാം ഉള്ള. അപ്പം അതിൻ്റെ ഒരു ഉറങ്ങാനുള്ള ഒരു സ്ഥലം അതെന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ആ സ്ഥലത്തേക്കാണ് പോയിരുന്നത്. നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ നമുക്ക് എന്തോ തരാൻ വന്ന പോലെയാണ് കേട്ടോ വിചാരിക്കുന്നത്. എന്തോ ട്രീറ്റ് ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്, അതാ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഫുഡ് നമ്മളെ കയ്യിലുണ്ട്, വെറുതെ അല്ല. നമ്മളെ കയ്യിൽ ഇത് വേംസ് ഉണ്ട് കേട്ടോ. അത് മൂപ്പര് കണ്ടു. ഭയങ്കര ഐസൈറ്റും ഇതെല്ലാം ഉണ്ട്. ചാടി വരുമോ? ഭയങ്കര വരുത്തന്നെ. അത് വേണോ? ഓരോ നീലേക്കൂടി ഇട്ട് കൊടുത്താലോ? ഈ സാധനം ഇത് കണ്ടോ? ഓക്കെ, ഇതിനും എനിക്ക് പേടിയുണ്ട്. പോവാ നോക്കട്ടെ, ഒരു മിനിറ്റ് ഗൈസ്. അതാ നിങ്ങളുടെ വേണ്ട അതായത് കണ്ടിട്ടില്ല. പേടിയായ എവിടെയോ കൊണ്ടേക്കുന്ന, അവിടെ എവിടെയോ പോയി കേട്ടോ. എന്ത് പറ്റി? ശരിക്കും വെരുത്ത് ഭയങ്കര ടെറിഫൈങ് വെരുത്താണ്. കറക്റ്റ് ഈ സ്ഥലത്തേക്ക് വന്നിട്ട് ഇപ്പം വാങ്ങിക്കും. ബാ 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 വേംസ് ഇവിടെ കം. ഇവിടെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. ജാബിർ കാക്കാനെ പോലെ ഇതിനൊന്നും എന്താ പറയാ പെരുമാറി എനിക്ക് പരിചയമില്ല. ഈ സാധനം എല്ലാം എനിക്ക് പുതിയതാണ്. സോ
അയ്യോ വെയിറ്റ് ഞാൻ തരാം. കാണുമ്പോൾ ആക്ച്വലി ഞാൻ പാവമെന്ന് ഒരു പൂച്ചേൻ്റെ ഒരു പ്രകൃതം പോലെ വിചാരിച്ചിനെങ്കിലും ആള് അറ്റാക്കിംഗ് മൈൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നല്ല തന്നെ. ഓ ഈ സാധനം എന്താ, നീ വാ, ഇതിനെ കിട്ടുന്നില്ല, ബാ ഓ അല്ല അല്ല. ഇവിടെ മൽപ്പിടുത്താണ്, ഒരാൾ ഈ ഹോൾസിലേക്ക് കൂടി പോകുന്നില്ല. ഓക്കെ ഫിനിഷ്. കഴിഞ്ഞു വേണോ? വാ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ കണ്ട ആളുടെ തൊട്ടിപ്പുറം നിൽക്കുന്ന ആളാണ്. ആരാന്ന് മനസ്സിലായോ? ടാർസൻ. അയ്യോ പല്ലില് നോക്ക്. ഇതും ഭയങ്കര ഇങ്ങനെ വരുന്ന കേട്ടോ, തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. വോംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇവനെയും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, കടിക്കൂല എന്ന് തോന്നുന്നു. കടിക്കോ? എനിക്ക് പേടിയുണ്ട്, എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഓക്കെ ഒന്നും ചെയ്യൂല, ഉറപ്പായിട്ടാ. അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞേ. ഓക്കെ ഓക്കെ, ഇത് നല്ല രസമുണ്ട്. കയ്യിൽ പിടിച്ചിട്ട് നോക്കി. എന്ത് തിന്നാനൊരു മടി. സാബ്രിക്കാക്ക് വീഡിയോ എടുക്കുന്നത് മൂപ്പരിക്ക് മനസ്സിലായോ? സാധാരണ ഒക്കെയാണല്ലോ തിറന്ന ഇതാരാന്ന് വിചാരിച്ചിട്ടാ നോക്കുന്നതെന്ന് തോന്നുന്നു. സാബ്രിക്കാക്ക് അല്ലാത്തോണ്ട് ചെറിയൊരു പിണക്കം പോലെ കാണുന്നു. കണ്ട കഴിക്കുന്നില്ല, തെറ്റി. ഇതിന് മുന്നേയുള്ള വീഡിയോസിലെല്ലാം കണ്ടില്ലേ നമ്മുടെ റെഡ് ഹാൻഡഡ് ടാമറിൻ? നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ എല്ലാത്തിനും മുകളിൽ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പെറ്റ്സിന്റെ പേരും. പെറ്റ്സിന്റെ പേരില്ല, ഏതാ ബ്രീഡെന്നും തന്നെ പറയുന്നത്, ബ്രീഡെന്നും അതിൻ്റെ ലൈഫ് സ്പാനും അതിൻ്റെ കൺട്രി ഓഫ് ഒറിജിനലിലും എഴുതി വെച്ചിട്ടുണ്ട്. സോ വിസിറ്റേഴ്സിനെല്ലാം നല്ല വൃത്തിക്ക് മനസ്സിലാവും ഇതെന്താ സാധനം എന്നുള്ളത്. സോ ഇതിൻ്റെ കൂടുമെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഞാനിവിടെ എപ്പോഴും വരുമെങ്കിലും ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ എല്ലാത്തിനെയും എല്ലാ ദിവസവും എപ്പോഴും നോക്കുമൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ ഓടിച്ചിങ്ങനെ കണ്ടുപോകും. അപ്പോൾ ഇവരൊന്നും ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന പരിപാടി ഇല്ല. എന്തായാലും ഇത് ഭയങ്കര ഫണ്ണാണ്. സാബ്രിക്കാക്ക് വെറുതെ അല്ല എപ്പോഴും ഇവിടെ തന്നെ. ഭയങ്കര സ്ലോ ആണല്ലോ കഴിക്കുന്നേ, എന്ത് പറ്റി? ഓക്കെ, ഇനി നമുക്ക് കാണാൻ പോകുന്നത് പാമ്പിനെയാണ് അല്ലേ? പാമ്പിനെയല്ലേ? ഓക്കെ, അടുത്ത സാഹസികത അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ഏത് പാമ്പാണ് എന്ത് പാമ്പാണ് ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. എല്ലാം എന്നെ ഇങ്ങനെ സാബ്രിക്കാക്ക വീഡിയോയിലെ ഇങ്ങനെ വിളിക്കാണ്. അതുകൊണ്ട് തന്നെ ഏത് പാമ്പാന്ന് നമുക്ക് നോക്കാം. അതല്ല, ഇവിടെ ഒരു പുതിയ കൂട് കണ്ടു നിങ്ങള്? ശ്രദ്ധിച്ചോ? ഇത് ഏതിന്റെ കൂടാന്ന് മനസ്സിലായോ? നമ്മൾ അന്ന് ഇവിടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൊയ്പ്പൂന്റെ കൂടാണ് കേട്ടോ. അത് ഇത്രയും പ്രോഗ്രസ് ആയി. നല്ലൊരു വീടും, അടിപൊളി വീടല്ലേ, പെറ്റ് സ്റ്റേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഹൈഡിങ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫീഡ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഇതുമുണ്ട്. അടിപൊളി കൂട് എന്തായാലും. അതിന് പക്ഷെ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഫിഷിനെ നമ്മളിവിടെ കൈ ആക്കുമ്പോൾ തന്നെ അത് വരുവേ, ഫീഡൊന്നും ഇല്ലെങ്കിലും. കേട്ടാ, അയ്യോ നമുക്ക് ഏതായാലും ഫീഡ് ഇട്ട് കൊടുക്കാം. എത്തുന്നില്ല. ഗൈസ്, ഫീഡൊക്കെ തലക്ക് വീണു ഗൈസ്. അല്ലാവേ,
കാണുന്നുണ്ടോ? ആ അതാ. ഓക്കെ, അതില് വെള്ളം പുറത്തേക്ക് തെറിച്ചു. എന്തായാലും ഇതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഫിഷ് വരുന്നത്. അല്ലെങ്കിൽ തന്നെ വരും. സി ബാ, എവിടെ ആളെവിടെ? ഇതാ പാമ്പ്. നമ്മള് എല്ലാരും നല്ല റെസ്റ്റിലാന്ന് തോന്നുന്നു. ഉപദ്രവിക്കാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞ. ഐ മീൻ എടങ്ങേറാക്കാൻ. ഇവരെടുക്കാനാ പോന്ന്. ഏതിന്റെ? ആ, നമ്മൾ ഈ പാമ്പിന്റെ ഒക്കെ കേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടിലിനെ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ കേജ് സെറ്റായി കഴിഞ്ഞാൽ അതിനെ കേജിലേക്ക് മാറ്റുന്നതായിരിക്കും. താങ്ക് യു. ഫോട്ടോ എടുക്കട്ടെ? പൊത്തോ? എല്ലാരും ഇല്ലാന്ന് മാത്രമാണ് ഗൈസ് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് ഇതിനെ എടുത്തത് കേട്ടാ. നല്ല തണുപ്പ്, നല്ല തണുത്ത ബോഡി. സി, മുഖം അടുത്ത് വരാണ്ടെന്നാ അത്രയും ഓക്കെയാണ്. അയ്യവാ, ഇതിന്റെ പേരെന്താ? കുറുപ്പ്. ഗൈസ് എനിക്ക് അറിയാം, മറന്നത്. നോക്കിയേ, പാവാണ് ആള്, വലിയ കുഴപ്പമില്ല. സാബിർക്കൊക്കെ ഇന്നലെ തലക്കിടട്ടെ? ഓക്കെ, ഒന്നും പേടിക്കണ്ട. ഞാൻ തേടെ തലയില്ലത്. ഓക്കെ, നിലത്ത് വേണം പറയാം. ശരിക്കും ഉണ്ടല്ലോ, ഇവിടെല്ലാം തണുക്കും. ഇത് കൊള്ളാം. നമുക്ക് മതി, ബാ. ഗൈസ് ഓക്കെ, ചെയ്യാൻ പറ്റും. മിസറിന് ഇഷ്ടമായോ ഈ എക്സ്പീരിയൻസ്? എന്നെ വീഡിയോ എടുക്കുന്നില്ലേ? ഓക്കെ, എന്തായാലും ഈ വീഡിയോ എന്തായാലും ഇക്കാൻ്റെ അത്ര വരൂല എനിക്കറിയാം. എന്നാലും ഇക്ക ബാക്കെന്ന് ചിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മാക്സിമം നേടാൻ നോക്കിയിട്ടുണ്ട്. ഇനി ഇമ്പ്രൂവ് ചെയ്യാം ഇൻഷാല്ലാ. നെക്സ്റ്റ് വീഡിയോയിൽ ജാബിർക്കാക്ക തന്നെ ഇൻഷാല്ലാ സൗണ്ടെല്ലാം ശരിയായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പെറ്റ് സ്റ്റേഷൻ നെക്സ്റ്റ് സാറ്റർഡേ ഇൻഷാല്ലാ. ബൈ. ക്യാമറാമാൻ ജാബിർക്കാക്കയോടൊപ്പം വിത്ത് മിസർ.